ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസത്തിലെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഉച്ചത്തേക്ക് കാര്യമായിട്ട് കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു വന്ന് നമുക്ക് വീട്ടിലുള്ള മത്തനില എടുത്തിട്ട് മുരിങ്ങ വെറുതെ താളിക്കില്ലേ അതുപോലെ കറിയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് അങ്ങനെ നുള്ളിത്തരികയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ചെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തികയില്ല എന്ന് തോന്നിയപ്പോൾ അമ്മ എനിക്ക് വീണ്ടും പറിച്ചെന്താണ്. അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ബാക്കി എനിക്ക് അപ്പോൾ പൊട്ടിച്ചതും കൂടി അരിഞ്ഞു വെച്ചു. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്ത് നന്നാക്കി ഇതിൽ മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ സമയം ഇതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു ചേട്ടൻ ആഴ്ചടവിനായിട്ട് വരുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ നിന്ന് അമ്മ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി അതുപോലെ തന്നെ നമ്മളെ കാന്താരി മുളകും എടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തു. കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇലക്കറികളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മുരിങ്ങയും കൊണ്ട് താളിച്ചുണ്ടാക്കുന്ന കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പുറത്തെ അടുപ്പിൽ അമ്മ അതേ ഉണക്കമാന്തൾ വറുക്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ചധികം വേവൊക്കെ ഉണ്ട്. ഏതാണ്ട് ഒരു 10-20 മിനിറ്റോളം ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതേ ഉച്ചത്തേക്കുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഉണക്കമാന്തളും മാങ്ങാച്ചാറ്, പപ്പടം, അതുപോലെ നമ്മുടെ മത്തൻ കറി, മത്തൻ ഇല കൊണ്ടുള്ള കറി. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ കറിയും ഈ ഉണക്കമീനും പപ്പടവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ചിലപ്പോൾ പലർക്കും ചിക്കനോ പച്ചമീനോ അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. കാരണം ഞാനിപ്പോൾ അത്യാവശ്യം ഡയറ്റൊക്കെ നോക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ. ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് അരി ഭക്ഷണം കഴിക്കുന്നുള്ളൂ. രാവിലെ കുറച്ച് ഉപ്പുമാവോ, രാത്രി അമ്മ പൊതുവേ ഷുഗറിനുള്ള ആളായതുകൊണ്ട് തന്നെ ചോറ് കഴിക്കില്ല. അപ്പോൾ അമ്മയുടെ കൂടെ കൂടിയിട്ട് അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ ഒരു നേരം കഴിക്കണോണ്ടും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായതുകൊണ്ടും ഞാൻ കുറച്ചധികം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.